ഞങ്ങളിപ്പോൾ ഇത്രയും നേരം പുറത്തിരുന്നിട്ടും ഇത്രയും നേരം സമരത്തിലിരുന്നിട്ടും അവർക്ക് കണ്ണു തുറക്കാനായിട്ട് കഴിഞ്ഞില്ല. ഞങ്ങളെ പറ്റി പഠിക്കട്ടെ എന്നാണ് അവർ പറഞ്ഞത്. ഇനി ഞങ്ങളെ പറ്റി അവർ പഠിച്ച് ഞങ്ങളെ തിരിച്ചു വിളിക്കുന്നു, അപ്പോൾ മാത്രമേ അകത്ത് കയറി ഡ്യൂട്ടി ചെയ്യാനായിട്ട് ഞങ്ങൾ താല്പര്യപ്പെടുന്നുള്ളൂ. 6 hours ആണ് ഞങ്ങൾക്ക് ഡ്യൂട്ടി പറയണത്. ഞങ്ങൾ രാവിലെ 7 മണിക്ക് കയറി കഴിഞ്ഞാൽ 5 മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ പേഷ്യൻസ് ആയിട്ട് എല്ലാം കവർ ചെയ്ത് അത്രയും ഹോസ്പിറ്റലിൽ ഞങ്ങൾ അത്ര ബാലാകമാർന്ന് വിളിക്കുന്നേക്കാളും കൂടുതലായിട്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അത്രയും സാലറി കിട്ടുന്നില്ല. കൊറോണ സിറ്റുവേഷൻ ഇവിടെ അങ്ങനെ എല്ലാം പിടിച്ചെന്ന് കൊറോണ സിറ്റുവേഷൻ ഇവിടെ എല്ലാവരും മാലാകമാരായിരുന്നു, ഒക്കെയായിരുന്നു. ഇപ്പം മാലാകമാരില്ല, ഒന്നുമില്ല. ആഗ്രഹിക്കുന്ന വേതനമാണ് ഞങ്ങൾക്ക് വേണ്ടത്. കാരണം ഞങ്ങൾ പണിയെടുക്കുന്ന പൈസയാണ് ചോദിക്കുന്നത്, അല്ലാണ്ട് അവർക്ക് വേറെ ഒരു എമൗണ്ട് അല്ല നമ്മൾ അവരോട് ചോദിക്കുന്നത്. പണിയെടുക്കുന്ന പൈസ തരാനുള്ള അവകാശം, അത് വാങ്ങാനുള്ള അവകാശം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് അവകാശപ്പെട്ട പൈസയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. തൊഴിൽ ലേബർ നിയമങ്ങൾ കർശനമായി പാലിക്കുക. രോഗി നഴ്സ് അനുപാതം 1:6 എന്ന റേഷ്യോ ആണ് നിയമപ്രകാരം ഹോസ്പിറ്റൽ നടപ്പാക്കേണ്ടത്. അതിലൊരു സ്ഥലത്ത് നടപ്പാവുന്നില്ല. അത് കർശനമായി പാലിക്കുക എന്ന നിർദ്ദേശങ്ങളാണ് ഞങ്ങളിപ്പോൾ മാനേജ്മെൻറ്റുമായി സംസാരിക്കുന്നത്. നമസ്കാരം. അങ്കമാലി അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയുടെ മുമ്പിൽ നഴ്സുമാരുടെ സമരം നടക്കുകയാണ്. രാവിലെ മുതൽ അവർ വലിയ പ്രതിഷേധത്തിലാണ്. 200ഓളം നേഴ്സുമാരാണ് ഇപ്പോൾ ഇവിടെ സമരം ചെയ്യുന്നത്. 300-നടുത്താണ് ഇവിടെ നേഴ്സുമാർ ഉള്ളത്. അതിൽ 200ഓളം പേരാണ് ഇപ്പോൾ ആശുപത്രിയുടെ മുമ്പിൽ സമരവുമായി ഇരിക്കുന്നത്. ആശുപത്രി മാനേജ്മെൻറ്റുമായി ചർച്ച നടത്തിയെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. അവർ ഇനിയും പഠിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ചേച്ചി ആവശ്യം നിങ്ങളുടെ? ഞങ്ങൾക്ക് 40,000 രൂപ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന ചില ഹോസ്പിറ്റലുകൾ അനുവദിച്ചിട്ടുണ്ട്. അത് തന്നെ ഞങ്ങൾക്ക് അതുപോലെ തന്നെ ഇവിടെ നടപ്പിലാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങളിപ്പോൾ ഇത്രയും നേരം പുറത്തിരുന്നിട്ടും ഇത്രയും നേരം സമരത്തിലിരുന്നിട്ടും അവർക്ക് കണ്ണു തുറക്കാനായിട്ട് കഴിഞ്ഞില്ല. ഞങ്ങൾ അതിനകത്തേക്ക് തിരിച്ചു ചെല്ലണമെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യം അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾ അതിനകത്തേക്ക് കയറി ഡ്യൂട്ടി ചെയ്യാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ആഗ്രഹിക്കുന്നുള്ളൂ. അത് തന്നെയാണ് താല്പര്യം. പിന്നെ ഇപ്പം നിലവിൽ ഞങ്ങൾ സ്റ്റാഫിന് കൊടുത്തിട്ടുണ്ട്. ക്രിട്ടിക്കൽ ഏരിയയിലും CCയിലും എമർജൻസിയിലുമായിട്ട് സ്റ്റാഫിന് കൊടുത്തിട്ടുണ്ട്. അവരെ ഞങ്ങൾ മൊത്തത്തിൽ സ്റ്റാഫിന് ഞങ്ങൾ പുറത്തിറക്കും. ഞങ്ങൾ പറഞ്ഞാൽ അവരിറങ്ങും. അങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു മീറ്റിങ്ങിന് വേണ്ടി ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ പറ്റി പഠിക്കട്ടെ എന്നാണ് അവർ പറഞ്ഞത്. ഇനി ഞങ്ങളെ പറ്റി അവർ പഠിച്ച് ഞങ്ങളെ തിരിച്ചു വിളിക്കുന്നു, അപ്പോൾ മാത്രമേ അകത്ത് കയറി ഡ്യൂട്ടി ചെയ്യാനായിട്ട് ഞങ്ങൾ താല്പര്യപ്പെടുന്നുള്ളൂ. ഞങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള 40,000 അടിസ്ഥാന ശമ്പളമാക്കുക എന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ജോലിയിലുള്ള എല്ലാ സ്ട്രെസ്സുകളും കുറച്ച് തരിക, ഓരോ തരത്തിലുള്ള സ്ട്രെസ്സുകൾ ഞങ്ങൾക്ക് കുറച്ച് തരിക. അത് ഞങ്ങൾ നേടിയെടുത്തിട്ടേ തിരിച്ചു കയറുള്ളൂ. അത് തന്നെയാണ് ആവശ്യം. പിന്നെ ഇത്രയും നേരമായിട്ട് ഞങ്ങൾക്ക് ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം ആയിട്ടില്ല മറ്റേ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന്. അതിനും എന്തെങ്കിലും ഒരു തീരുമാനമാക്കി. ഞങ്ങളിപ്പോൾ എത്ര ദിവസമായി ഇങ്ങനെ സമരങ്ങളായിട്ട് തുടരുന്നു. ചെയ്യുന്ന ജോലിക്ക് കൂലി ചോദിക്കുമ്പം അവർ നമ്മളെ മുഖം തിരിച്ച് കാണിക്കുകയാണ്. അതെ, അവരാലോചിക്കട്ടെ എന്നാണ് ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അവർക്കിനി ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ടെന്നാണ് അവർ പറയുന്നത്. കിട്ടുന്ന ശമ്പളത്തെക്കാളും കൂടുതൽ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. 6 hours ആണ് ഞങ്ങൾക്ക് ഡ്യൂട്ടി പറയണത്. ഞങ്ങൾ രാവിലെ 7 മണിക്ക് കയറി കഴിഞ്ഞാൽ 5 മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ പേഷ്യൻസ് ആയിട്ട് എല്ലാം കവർ ചെയ്ത് അത്രയും ഹോസ്പിറ്റലിൽ ഞങ്ങൾ അത്ര ബാലാകമാർന്ന് വിളിക്കുന്നേക്കാളും കൂടുതലായിട്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അത്രയും സാലറി കിട്ടുന്നില്ല. ഇന്നിപ്പോൾ ഗ്യാസിന് വരെ 60 രൂപ കൂട്ടുകയാണ്. അതിനൊന്നും ആരൊരു പറയുന്നില്ല. ഇതിപ്പോൾ ഞങ്ങളുടെ ബേസിക് സാലറി 40,000 ചോദിക്കുമ്പോൾ അവർക്ക് ആർക്കും ഞങ്ങളോട് എതിർപ്പായി, ഹോസ്പിറ്റലുകാരോടൊക്കെ എതിർപ്പായി. ഞങ്ങൾ 40,000 സാലറി ഞങ്ങൾ ചോദിക്കുന്നത് തെറ്റാണോ? ഇത്രയും കഷ്ടപ്പെട്ട് 4 വർഷം അമ്മയും അപ്പനും ഈ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് എന്തിനാ? ഇങ്ങനെ തെളിവ് അവർക്കിപ്പോൾ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് നമ്മളിങ്ങനെ ഈ സത്യം പറയുമ്പോൾ ഞങ്ങൾക്കൊരു വിഷമമാണ്. എന്നെ കല്യാണം കഴിപ്പിച്ചിട്ട് വിട്ടിട്ട് പോലും എനിക്ക് എൻ്റെ ലോൺ അടിക്കാൻ എനിക്കൊരു ഇത് പറ്റിയില്ല. എൻ്റെ വീട്ടുകാർ തന്നെ എൻ്റെ അടിച്ചത് ലോണ് തന്നെ. അത്രയും അടിക്കാൻ പോലും പൈസ ഞങ്ങൾക്ക് നേഴ്സിംഗ് പഠിച്ചിട്ട് കിട്ടിയില്ല. മമ്മിയും അപ്പം പഠിപ്പിച്ചത് എന്നാ ഈ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഉന്നത നിലയിൽ എത്തുമെന്ന് വെച്ചിട്ടാണ്. എനിക്ക് പുറത്തേക്ക് പോകാനായിട്ട് എനിക്ക് പറ്റിയില്ല. പിള്ളേരുടെ ഞാൻ പ്രഗ്നൻ്റ് ആയി അങ്ങനെ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഗ്യാപ്പ് വന്നപ്പോൾ നേഴ്സുമാർക്ക് എവിടെ എടുക്കില്ല. അങ്ങനെ പുറത്തേക്ക് പോകാനായിട്ട് പിന്നെ കൊറോണ സിറ്റുവേഷൻ ഇവിടെ അങ്ങനെ എല്ലാം പിടിച്ചെന്ന് കൊറോണ സിറ്റുവേഷൻ ഇവിടെ എല്ലാവരും മാലാകമാരായിരുന്നു, ഒക്കെയായിരുന്നു. ഇപ്പം മാലാകമാരില്ല, ഒന്നുമില്ല. ഇപ്പം ഞങ്ങൾ എന്താ വെച്ചാൽ ഇപ്പോൾ മാനേജ്മെൻറ്റുകാർ പറയുന്നത് തന്നെ ഇപ്പം നോക്കട്ടെ, പഠിക്കട്ടെ. അപ്പം അന്നൊന്നും പഠിച്ചില്ലേ? ഇത്ര നാളായിട്ടും അവർ ഞങ്ങളെ കൊണ്ട് പഠിച്ചില്ലേ? അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്.
രാവിലെ ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ വീട്ടിലെത്തുന്ന സമയം വൈകുന്നേരം 5 മണിയാണ്. രാവിലെ 6 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ്. ആ സമയത്തിനുള്ളിൽ നമ്മൾ എല്ലാ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയം 5-5:30 മണിയാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഫാമിലി ആയിട്ട് ഒരു സമയം ഒന്നും ചിലവഴിക്കാൻ പോലും കിട്ടുന്നില്ല. അതുപോലത്തെ സിറ്റുവേഷനിലാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിനൊന്നും എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും അവരോട് ചോദിക്കുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ പണി ചെയ്യുന്നു, ഞങ്ങൾ വീട്ടിലേക്ക് പോരുന്നു. പക്ഷേ ഈ മാനേജ്മെൻ്റ് അത് ഇങ്ങനെ കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾ മിനിമം ആഗ്രഹിക്കുന്ന വേതനമാണ് ഞങ്ങൾക്ക് വേണ്ടത്. കാരണം ഞങ്ങൾ പണിയെടുക്കുന്ന പൈസയാണ് ചോദിക്കുന്നത്, അല്ലാണ്ട് അവർക്ക് വേറെ ഒരു എമൗണ്ട് അല്ല നമ്മൾ അവരോട് ചോദിക്കുന്നത്. പണിയെടുക്കുന്ന പൈസ തരാനുള്ള അവകാശം, അത് വാങ്ങാനുള്ള അവകാശം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് അവകാശപ്പെട്ട പൈസയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത് തരാൻ ഇതുവരെ മാനേജ്മെൻറ്റിന് തീരുമാനമായിട്ടില്ല. അതുവരെ ഞങ്ങളിവിടെ ഇരിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ ഇതുവരെയുള്ള തീരുമാനം. നഴ്സിംഗ് പഠിച്ച് കടക്കാരിയായോ? കടക്കാരിയാണ്. ഇപ്പം എന്താ പറയുക, ലോൺ അടക്കാനുള്ള ഇതുപോലും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നില്ല. നമുക്കുണ്ടാവും ഒരു ആഗ്രഹങ്ങൾ, നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിനെ ടേക്ക് കെയർ ചെയ്യണം, അങ്ങനെ പല ആഗ്രഹങ്ങളുണ്ടായി. ഇതൊന്നും ഞങ്ങൾക്ക് ഇതുവരെ ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. എന്നും ജോലിക്ക് കയറാം, ഇന്നൊരു സമയമാകുമ്പോൾ കയറി വരാം. എപ്പോഴും ഒരു സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാനോ ഒന്നിനും നമുക്ക് പറ്റുന്നില്ല. ആരും കാണുന്നില്ലാത്ത പോലെ കുറുന്തോട്ടിക്കും വാതെന്നുള്ള രീതിയിലാണ് ചില നേരത്തെ. നഴ്സുമാർക്ക് പനി വരാൻ പാടില്ല, നഴ്സുമാർക്ക് സിക്കില്ല, കണ്ടിന്യൂസ് ഡ്യൂട്ടിയാണ്. സാധാരണ ഏതൊരു സെക്ടറിലാണെങ്കിൽ പോലും 6-7 ദിവസം കഴിഞ്ഞൊരു ഓഫ് ഉണ്ടാവും. ഞങ്ങൾക്ക് ഒരു ഓഫിന് വേണ്ടി ഞങ്ങൾ പുറകെ നടക്കണം, ഓരോരുത്തരുടെ പുറകെ. ഓഫ് തരാമോ എന്ന് ചോദിച്ച് പുറകെ നടക്കണം. അതിൻ്റെ ആവശ്യം നമുക്കില്ല. ഒരു സിക്ക് വിളിച്ചാൽ പോലും ഇവിടെ തെളിവുകൾ കാണിക്കണം. അതിൻ്റെ ആവശ്യം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. എല്ലാവർക്കും അസുഖങ്ങളുണ്ട്, എല്ലാവരും മനുഷ്യന്മാരാണ്, നഴ്സുമാരും മനുഷ്യന്മാരാണെന്നുള്ളൊരു കൺസിഡറേഷൻ ഇവിടെ ആരും തരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ചികിത്സയ്ക്ക് പോലും കാശ് നൽകേണ്ട അവസ്ഥയാണോ? അതെ, സിക്കായി തന്നെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് 3 ദിവസത്തെയാണ് അവർ തരുന്നത് സിക്ക് ലീവ്. പിന്നെ നമുക്ക് ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ പേപ്പറെല്ലാം കാണിക്കണം. പിന്നെ മിക്കതിനും നമ്മൾ പൈസ കൊടുക്കണം. ആ കൺസൾട്ടേഷൻ മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിനും നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ നമ്മൾ കൊടുക്കേണ്ട അവസ്ഥയാണ്. വേറെ ഒരു നമുക്ക് ഒരു ആനുകൂല്യം വേറെ കിട്ടുന്നില്ല. ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാൾ ഇത് ചെയ്തിട്ട് പോലും ഒരു വിലയും ഞങ്ങൾക്ക് തരുന്നില്ല. അവർക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത്രയും ദിവസം ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്തിട്ടും ഒരു നടപടി സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ ഇത്രയും നാൾ ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്തു, ഇത്രയും അവേഴ്സ് ഞങ്ങളുടെ വീട്ടിൽ മീൻസ് ഞങ്ങൾ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഓരോ ടൈമും ഇവിടെ ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായ ഒരു ഇതുപോലും ഇല്ലാണ്ട് അവർ ഞങ്ങൾ ഇപ്പോഴും ഇങ്ങനെ തെരുവിലിരുത്തി ഇങ്ങനെ സമരം വിളിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് തന്നെ പറയാനുള്ളൂ. അവർക്ക് ജസ്റ്റ് ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മതി ഞങ്ങളെ. അതിനനുസരിച്ച് നടപടി എടുക്കാനായിട്ട് അവർ നോക്കാം. ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ശമ്പളം കൂട്ടി തരണ്ടെന്ന്. ഡോക്ടേഴ്സ് അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടല്ലോ, ലക്ഷങ്ങൾ സാലറി ഉണ്ട്. ഞങ്ങൾക്ക് അതുപോലെ കിട്ടുന്നില്ല. ഞങ്ങൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്വാളിറ്റി ഞങ്ങളുടെ വീട്ടിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് സാലറി കൂട്ടി തരണം, അത് ഞങ്ങളുടെ ആവശ്യമാണ്. ഈ ചേച്ചി, വമ്പൻ ഫീസൊക്കെയാണ് അവർ പേഷ്യൻസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്, എന്നിട്ട് നിങ്ങളെ പരിഗണിക്കുന്നില്ല. ഞങ്ങളെ പരിഗണിക്കുന്നില്ല. അവരൊരു തീരുമാനം പറയുന്നതോടെ വരെ ഞങ്ങളിവിടെ ഈ കുത്തിരിപ്പ് സമരം ഉണ്ടായിരിക്കും. അതെ, അങ്ങനെ തന്നെ. വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്? ഞാൻ 20 വർഷത്തിന് മേളിലായിട്ടുണ്ട്. എന്തെങ്കിലും സമ്പാദിക്കാൻ പറ്റിയോ? സമ്പാദ്യമൊന്നുമില്ല, കടം തന്നെയാണ്. ശക്തമായ പ്രതിഷേധത്തിൽ തന്നെയാണ് നഴ്സുമാർ. രാവിലെ മുതൽ ഇവർ ഈ ഒരു പ്രതിഷേധ സമരം നടത്തുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു അനുകൂലമായ ഒരു മറുപടി മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടില്ല. എന്തായാലും UNAയുടെ അപ്പോളോ ആശുപത്രിയിലെ യൂണിറ്റ് പ്രസിഡന്റ് അജോ കൂടി നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. അജോ, എന്താണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ചർച്ചയ്ക്ക് കയറി, എന്താ പറയുന്ന മാനേജ്മെൻറ്റ്? നിലവിൽ മാനേജ്മെൻറ്റ് ഇനിയും പഠിക്കാൻ സമയം വേണം, എന്താണെന്നുള്ള കാര്യം അറിയാൻ സമയം വേണമെന്നാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. തുടർന്നും അവർ ചർച്ചകൾക്ക് സമ്മതമാണ്. വീണ്ടും ചർച്ചകളുണ്ടാവും, ഇന്ന് തന്നെ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചർച്ചകൾ സമ്പൂർണ്ണമായി നമ്മൾ പറയുന്ന രീതിയിൽ ഇത് അവസാനിച്ചാൽ ഞങ്ങൾ ഡ്യൂട്ടിക്ക് കയറാൻ സമ്മതമാണ്. എന്തൊക്കെ ആവശ്യങ്ങളാണ് നിലവിലിപ്പോൾ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്? നിലവിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കുക, തൊഴിൽ ലേബർ നിയമങ്ങൾ കർശനമായി പാലിക്കുക, രോഗി നഴ്സ് അനുപാതം 1:6 എന്ന റേഷ്യോ ആണ് നിയമപ്രകാരം ഹോസ്പിറ്റൽ നടപ്പാക്കേണ്ടത്. അതിലൊരു സ്ഥലത്ത് നടപ്പാവുന്നില്ല. അത് കർശനമായി പാലിക്കുക എന്ന നിർദ്ദേശങ്ങളാണ് ഞങ്ങളിപ്പോൾ മാനേജ്മെൻറ്റുമായി സംസാരിക്കുന്നത്. ഇവരിപ്പം ചർച്ച പരാജയപ്പെട്ടു എന്ന്, ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? തുടർന്നും നാളെയും മുതൽ സമ്പൂർണ്ണ പണിമുടക്കിലേക്കാണ്. സമ്പൂർണ്ണ പണിമുടക്കിൽ ഇപ്പോൾ കുറച്ച് സ്റ്റാഫുമാർ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവരടക്കം പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് സമ്പൂർണ്ണ പണിമുടക്കിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. ഇതിനെതിരെ ഒരു സൊല്യൂഷൻ ഉണ്ടാകുന്നവരെ തുടർന്നും സമരമുറകൾ ഉണ്ടായിരിക്കും. ശക്തമായൊരു സമരത്തിലേക്കാണ് ഇപ്പോൾ ഈ നഴ്സുമാർ പോകാൻ പോകുന്നത്. അതാണ് യൂണിറ്റ് പ്രസിഡന്റ് അജോ കൂടി നമ്മളൊപ്പം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് നിലവിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലും അതുപോലെ അത്യാവശ്യമായിട്ടുള്ള OT, അതുപോലെ ICU അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തായാലും
ഈ സ്റ്റാഫുകളെ ഇവർ കൊടുത്തിട്ടുണ്ട്. അവിടെ കുറച്ച് സ്റ്റാഫുകളെ അവർ അത്യാവശ്യമായിട്ട് സർവീസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ബാക്കി ഉള്ളവരെ മുഴുവനും ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചർച്ച പരാജയമായതുകൊണ്ട് തന്നെ നാളെ അവരെയും കൂടി മുഴുവനായും ഇവിടേക്ക് ഇറക്കി സമരം ചെയ്യിപ്പിക്കാനുള്ളൊരു രീതിയാണിപ്പോൾ UN-യുടെ തീരുമാനം. അതുതന്നെയാണ് ഇവർ ഉയർത്തുന്ന മുദ്രാവാക്യവും ഇതൊക്കെ തന്നെയാണ്. ജയ് ജയ് UN-നെ യുഗയുഗാന്തരങ്ങളാൽ സംഘടിച്ച ശക്തിയെ മുഷ്ടിയാൽ ചെറുക്കുവാൻ ഒരുമ്പെടുന്ന വർഗമേ രൂഢഗൂഢവർഗമേ നിങ്ങൾക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞു UN-യുടെ സമരഭടന്മാർ. ജയ് ജയ് UN-നെ. തീർച്ചയായിട്ടും മാനേജ്മെന്റിനെതിരെ സമരം ശക്തമാക്കാനാണ് UN-യുടെ തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ ഇനി അപ്പോളോ അറ്റ്ലക്സ് ആശുപത്രിയിലെ മുഴുവൻ നേഴ്സുമാരെ UN-ലെ അംഗങ്ങളായിട്ടുള്ള മുഴുവൻ നേഴ്സുമാരെയും ഇവിടെ തെരുവിലിറക്കി സമരം ചെയ്യാനുള്ളൊരു തീരുമാനത്തിലാണ് UN എത്തിയിരിക്കുന്നത്. അവർക്ക് 40,000 രൂപ അടിസ്ഥാന ശമ്പളം നൽകുക, 1:6 എന്ന ആ ഒരു രീതിയിൽ ഡ്യൂട്ടി ഷിഫ്റ്റ് അറേഞ്ച് ചെയ്യുക എന്നടക്കമുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. എന്തായാലും മാനേജ്മെൻറ്റ് പറയുന്നത് ഇനിയും പഠിക്കട്ടെ എന്നാണ് പറയുന്നത്. 7 വർഷമായിട്ട് അവർക്ക് പഠിക്കാൻ സമയം കിട്ടിയില്ല. ഇപ്പോഴും അവർ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും മാനേജ്മെൻറ്റിനെ ഒരു പാഠം പഠിപ്പിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് UN എന്നാണ് ഇപ്പോൾ യൂണിറ്റ് പ്രസിഡന്റ് അജോ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്കമാലിയിൽ നിന്നും ജസ്റ്റിൻ വർഗീസിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.